نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ ഖുർആനിലൂടെ നമ്മെ ഉപദേശിക്കുന്നതായി കാണാം അല്ലാഹു പറയുന്നു വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് അല്ലാഹുവിനുള്ളതാണ് ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അൻ ഇത്തഖുല്ലാഹ് നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോടും നിങ്ങളോടും നാം വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് وإن تكفروا فإن لله ما في السماوات وما في الأرض وكان الله غنيا حميدا إن الله سبحانه وتعالى وصية ചെയ്യുകയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കാൻ അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വസിയ്യത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരങ്ങളെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ഒരാൾ മുത്തഖി അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനായി തീരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അൽ മുത്തഖൂൻ الذين يحذرون من الله وعقوبته ويرجون رحمته في التصديق بما جاء به അല്ലാഹുവിന്റെ കഠിനമായ ശിക്ഷയെക്കുറിച്ച് സദാ ജാഗ്രത പുലർത്തുന്നവരും അവൻ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് അവന്റെ അപാരമായ റഹ്മത്തിൽ അതിയായ പ്രത്യാശ അർപ്പിക്കുന്നവനാണ് യഥാർത്ഥ മുത്തഖി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്താണ് മുത്തഖി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ശിക്ഷ അവൻ എപ്പോൾ വേണമെങ്കിലും ലഭിക്കാം എന്ന ഭയത്തിൽ ജീവിക്കുന്നതോടൊപ്പം അവൻ അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ഞാൻ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരും എന്ന അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുവനാണ് മുത്തഖി എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം യഥാർത്ഥത്തിൽ തഖ്വ എന്നാൽ അല്ലാഹുവിനെ പൂർണ്ണമായി അനുസരിക്കലാണ്, അവനെ ഒരിക്കലും ധിക്കരിക്കാതിരിക്കലാണ്. അവനെ സദാ സ്മരിക്കലാണ്, അവനെ ഒരു നിമിഷം പോലും മറക്കാതിരിക്കലാണ്. അതുപോലെ തന്നെ അദ്ദേഹം തുടർന്ന് പറയുന്നു അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദി കാണിക്കലാണ്, അവനോട് ഒരിക്കലും നന്ദികേട് കാണിക്കാതിരിക്കലാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അല്ലാഹു ചെയ്തു തന്ന നിഅമത്തിനെ അതിന് ശുക്ർ കാണിക്കുക, അതിന് നന്ദികേട് കാണിക്കാതിരിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സദാസമയം സ്മരിക്കുക, അവനെ ഓർക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ നിലനിർത്തുക, ജീവിതത്തിൽ പാലിക്കുക എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുത്തഖിയെ കുറിച്ച് പറഞ്ഞത്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാൾ ഇങ്ങനെ ആയിരിക്കും. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് തഖ്വയെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫഖാല ഹൽ അഖദ്ത തരീഖൻ ദാ ശൗകിൻ അദ്ദേഹം പറയുകയാണ്,
നിങ്ങൾ മുള്ളുകളുള്ള, നിങ്ങൾ എപ്പോഴെങ്കിലും മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ ചോദ്യകർത്താവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഖാല നഅം, അതെ. ഖാല ഫകൈഫ സനഅത എന്ന് ഖാല ഫകൈഫ സനഅത എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ താങ്കൾ എന്താണ് ചെയ്തത്? ആ മുള്ളുകളും കല്ലുകളും നിറഞ്ഞ വഴിയിലൂടെ താങ്കൾ പോകുമ്പോൾ താങ്കൾ എന്താണ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ വഴികളിലൂടെ പോകുമ്പോൾ മുള്ളുകൾ കണ്ടാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി, അല്ലെങ്കിൽ അതിനെ കവച്ചു വെച്ചുകൊണ്ട് ആ മുള്ളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആ വഴിയിലൂടെ സഞ്ചരിക്കും, അതെന്റെ ശരീരത്തിൽ തട്ടാതെ എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അതാണ് തഖ്വ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. ശൈത്താനിന്റെ പല വഴികളും നമ്മൾക്ക് മുമ്പിൽ തുറന്നിടപ്പെട്ട ഒരു പരീക്ഷണ രംഗത്തായിരിക്കും നാം ഉണ്ടാവുക. സഹോദരങ്ങളെ ചിന്തിക്കുക, ആ സമയത്തെല്ലാം ആ മുള്ളുകളെ, ആ ശൈത്താനിന്റെ മാർഗങ്ങളിൽ നിന്നെല്ലാം വകഞ്ഞു മാറി അള്ളാഹുവിന്റെ മാർഗമായ സിറാത്തുൽ മുസ്തഖീമിൽ നേരായി പോകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തഖ്വയെ കുറിച്ച് പറഞ്ഞതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയെ കുറിച്ച് നമ്മെ ഉപദേശിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഫി ഹജ്ജത്തിൽ വദാ, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഹജ്ജത്തുൽ വിദാഇന്റെ ഖുതുബയിൽ അദ്ദേഹം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുക, നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കുക. വസല്ലു ഖംസക്കും, നിങ്ങൾ 5 നേരം നിസ്കരിക്കുക. വസൂമു ശഹ്റക്കും, നിങ്ങൾ റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നോമ്പ് അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ അവിടുന്ന് പറഞ്ഞു, വഅദ്ദു സകാത അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിന് സകാത്ത് നൽകുക. വഅതിഉ ദാ അംരിക്കും, നിങ്ങളുടെ വലിയുൽ അംറിനെ അനുസരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തദ്ഖുലുൽ ജന്നത റബ്ബക്കും, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ ഇർബാദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഇമാമായി കൊണ്ട് ഒരു ദിവസം നിസ്കരിച്ചു. ثم أقبل علينا, എന്നിട്ട് ഞങ്ങളിലേക്ക് തിരിഞ്ഞു. فوعظنا موعظة بليغة, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഉപദേശം നൽകി ഹൃദയസ്പർശമായ ഒരു ഉപദേശം നൽകി. ആ ഉപദേശം കേട്ട് ദറഫത് മിൻഹൽ ഉയൂൻ, അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വവജിലത് മിൻഹൽ ഖുലൂബ്, അവരുടെ ഹൃദയങ്ങൾ ഭയന്ന് വിറക്കുകയും ചെയ്തു. അപ്പോൾ ഒരാൾ ചോദിച്ചു, فقال قائل يا رسول الله كأن هذه موعظة مودع എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അല്ലയോ പ്രവാചകരെ, ഇതൊരു വിടവാങ്ങൽ ഉപദേശം പോലെയുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. നിങ്ങൾ എന്താണ് താങ്കൾ എപ്പോഴെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നിങ്ങൾ വിടവാങ്ങൽ പ്രസംഗമാണല്ലോ ഇത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ഉപദേശം നൽകൂ എന്ന് പറഞ്ഞപ്പോൾ ഊസീക ബിതഖ്വല്ലാഹ്, അദ്ദേഹം പറഞ്ഞു ഊസീകും ബിതഖ്വല്ലാഹ്. അദ്ദേഹം അവരെ ഉപദേശിച്ചത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. സ്വഹാബത്തിന് ഉപദേശിച്ചത് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. തിന്മകൾ വരുമ്പോൾ, ഹറാമുകൾ വരുമ്പോൾ, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, മുൻഗാമികളും ധാരാളമായി തഖ്വ കൊണ്ട് ഉപദേശിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, തഖ്വ നിന്റെ ജീവിതത്തിൽ നീ പുലർത്തിയാൽ, നമ്മുടെ ജീവിതത്തിൽ തഖ്വ പുലർത്തിയാൽ നിനക്ക് എന്താണ് ഗുണം? കാരണം തഖ്വ പുലർത്തുമ്പോൾ നമ്മളെ പരിഹസിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊന്ന് നിര്യാണിക്ക് മുകളിൽ വസ്ത്രം എടുത്താൽ ഇവിടെ വെള്ളപ്പൊക്കമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ താടി ഒന്ന് വളർന്നാൽ നമ്മളെ പരിഹസിക്കുന്നവരുണ്ട്. നമ്മളുടെ വീട്ടിലുള്ള സ്ത്രീകൾ അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞ വേഷം ധരിച്ച് പുറത്തിറങ്ങുമ്പോൾ അതിനും കളിയാക്കുന്ന, പരിഹസിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഈ പരിഹാസമെല്ലാം സഹിച്ച് എന്തിനാണ് നാം തഖ്വ ചെയ്ത് ജീവിക്കുന്നത്?
അതുകൊണ്ട് എന്തിനാണ് നാം തഖ്വ ചെയ്ത് ജീവിക്കുന്നത്? അങ്ങനെ നമ്മൾ ജീവിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് സൽഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. നോക്കുക, ഒന്നാമത്തെ കാര്യം, നിന്റെ സകല പ്രശ്നങ്ങൾക്കും, നീ നേരിടുന്ന സകല പ്രയാസങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം കാണിക്കും. അല്ലാഹു പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരാണ് അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, ആരാണ് അല്ലാഹുവിൽ തഖ്വ പാലിക്കുന്നത്, അവന്റെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കും എന്ന് അല്ലാഹു പറയുകയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നിന്റെ ഉപജീവനത്തിൽ വിശാലതയുണ്ടാകും. നീ കിടന്ന് പ്രയാസപ്പെടുന്നുണ്ടല്ലോ, നിന്റെ ജീവിതം, നിനക്ക് റിസ്ക് ലഭിക്കാൻ നീ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നുണ്ടല്ലോ. ഒരു മനുഷ്യ നോക്കൂ, മനുഷ്യ, നീ എന്താണ് ചെയ്യേണ്ടത്? നീ തഖ്വയുള്ളവനാകുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നവനാകുക. എങ്കിൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപജീവനം നൽകും. അല്ലാഹു പറഞ്ഞില്ലേ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നത്? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂവം വഴി ഒരുക്കി കൊടുക്കും. വയർസുഖു മിൻ ഹൈതു ലാ യഹ്തസിബ്. അവൻ അറിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ റിസ്ക് നൽകും എന്ന് അല്ലാഹു പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു വീണ്ടും പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ഒരു നാട്ടിലുള്ള ആളുകളെ കുറിച്ച് പറയുകയാണ് അല്ലാഹു. ആ നാട്ടിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് അനുഗ്രഹങ്ങൾ നൽകുമായിരുന്നു. പക്ഷേ അവർ അത് നിഷേധിച്ചു. അവർ തഖ്വ കൈക്കൊള്ളാൻ അവർ വിസമ്മതിച്ചു. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുകയാണ് ഉണ്ടായത്. അവരെങ്ങാനും അല്ലാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവൻ അവർക്ക് ഉപജീവനം നൽകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക, ഇത് ദുനിയാവാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ദുനിയാവിൽ പരമാവധി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുക. നമ്മൾ അങ്ങനെ തഖ്വ ചെയ്ത് പാലിച്ചാൽ ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തഖ്വ പാലിക്കുന്ന, തഖ്വ പുലർത്തുന്ന നല്ലവരായ ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. الله سبحانه وتعالى സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് ഗുണങ്ങളെ പറ്റിയാണ് നാം സംസാരിച്ചത്. മൂന്നാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിച്ചാൽ ഒരാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് അല്ലാഹുവിന്റെ വലിയാകാൻ സാധിക്കുമെന്നുള്ളത്. അല്ലാഹു പറയുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തീർച്ചയായും അല്ലാഹുവിന്റെ മിത്രങ്ങളാരോ, അവർക്ക് അല്ലാഹുവിന്റെ വലിയുകളാരോ, അവർക്ക് യാതൊരു ഭയവുമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. എങ്ങനെയുള്ള ആളുകളാണ്? വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവർ. അവരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവർ അല്ലാഹുവിന്റെ വലിയുകളാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവൻ കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പാലിച്ച് അവൻ ഹറാമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരുവൻ, അവൻ അല്ലാഹുവിന്റെ വലിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുന്നത്. നാലാമതായി നമുക്ക് ലഭിക്കുന്ന ഗുണം എന്നത് ദുനിയാവിൽ സന്തോഷവും സമാധാനവും ലഭിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം തരുകയും അതുപോലെ തന്നെ ഈ ദുനിയാവിന്റെ പ്രശ്നങ്ങൾക്കിടയിൽ സമാധാനം കണ്ടെത്താനും നമ്മുടെ തഖ്വ കൊണ്ട് നമുക്ക് സാധിക്കും. അല്ലാഹു പറയുന്നു, ലഹുമുൽ ബുസ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ദാലിക ഹുവൽ ഫൗസുൽ അദീം.
അവർക്കാണ് ഐഹിക ജീവിതത്തിലും പരലോകത്തും സന്തോഷ വാർത്തയുള്ളത്. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കും. സഹോദരങ്ങളെ, തഖ്വ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന 4 ഗുണങ്ങളെ കുറിച്ചാണ് നാം ഉണർത്തിയത്. ഒരുവന്റെ ജീവിതത്തിൽ തഖ്വ പുലർത്തുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് കൃത്യമായി പ്രവർത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, മുത്തഖീങ്ങളായി ജീവിക്കുക. അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പുലർത്തി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.